നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് അംഗീകാരം നൽകി ഗവർണർ. രാജ്ഭവൻ ഫയൽ ഇന്ന് സർക്കാരിന് കൈമാറും. കരടിൽ ഗവർണർക്കെതിരെ പരാമർശമില്ല എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. കഴിഞ്ഞ ദിവസം സ്പീക്കർ എൻ ഷംഷീർ നേരിട്ടെത്തി ഗവർണറെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി ക്ഷണിച്ചിരുന്നു. നയപ്രഖ്യാപന പ്രസംഗം വായിക്കാനുള്ള ഭരണഘടനാ ബാധ്യത നിറവേറ്റുമെന്ന് നേരത്തെ തന്നെ ഗവർണർ വ്യക്തമാക്കിയതാണ്. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് ഗവർണർ എന്തായാലും അനുമതി നൽകി അദ്ദേഹം ഒപ്പുവെച്ചു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. സർക്കാരിനോട് വിശദീകരണം പോലും ചോദിക്കാതെയാണ് രാജ്ഭവന്റെ അംഗീകാരം. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര നയമെന്ന കുറ്റപ്പെടുത്തൽ ഉണ്ടെന്നാണ് സൂചന. കേന്ദ്രത്തിനെതിരായ വിമർശനം ഗവർണർ വായിക്കുമോ എന്നതിലാണ് ഇനിയുള്ള ആകാംക്ഷ. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിൽ മുൻ വർഷങ്ങളിൽ നിരവധി തവണ വിശദീകരണം ചോദിച്ചും അനുമതി വൈകിപ്പിച്ചും സർക്കാരിനെ ഗവർണർ വളരെ ആശങ്കാപരമായ സാഹചര്യങ്ങളിൽ കൂടി കടത്തിവിട്ടിരുന്നു. ഇത്തവണ പോര് രൂക്ഷമാണ്. എങ്കിലും അനുമതി നൽകിയത് സർക്കാരിന് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസമായി തന്നെ മാറിയിരിക്കുകയാണ്. 25-ാം തീയതിയാണ് നയപ്രഖ്യാപന പ്രസംഗത്തോടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനത്തിന് തുടക്കമാകുന്നത്. അതേസമയം ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്റെ കരടിന് ക്യാബിനറ്റ് യോഗം അംഗീകാരം നൽകി. മന്ത്രിസഭാ ഉപസമിതി തയ്യാറാക്കിയ കരടായിരുന്നു അംഗീകരിച്ചത്. ശേഷമായിരുന്നു മുഖ്യമന്ത്രി ആവശ്യമായ മാറ്റങ്ങൾ ചേർത്ത് കരട് അംഗീകാരത്തിനായി ഗവർണർക്ക് കൈമാറിയത്. നയപ്രഖ്യാപനത്തിൽ ഗവർണറെ കുറിച്ചുള്ള വിമർശനം ഉൾപ്പെടുത്താനുള്ള നീക്കം നടക്കുകയാണ് എന്ന വിവരങ്ങൾ അടക്കം പ്രചരിച്ചതാണ്. അതായത് ഗവർണർ തന്നെ വായിക്കേണ്ട നയപ്രഖ്യാപന പ്രസംഗത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിമർശനം ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടന്നുവെന്ന സൂചനകളായിരുന്നു പുറത്തുവന്നത്. എന്നാൽ അത്തരത്തിൽ യാതൊന്നും തന്നെ നയപ്രഖ്യാപന പ്രസംഗത്തിലില്ല. അതേസമയം ക്യാബിനറ്റ് നൽകിയ ശുപാർശയ്ക്ക് ഗവർണർ അംഗീകാരം നൽകിയിരുന്നു. ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ബജറ്റ് സമ്മേളനം നയപ്രഖ്യാപനത്തോടെ ഈ മാസം 25 മുതൽ വിളിച്ചു ചേർക്കണമെന്ന ആവശ്യം ക്യാബിനറ്റ് മുന്നോട്ട് വെച്ചപ്പോൾ ഗവർണർ ആയിരുന്നു ഇതിന് അംഗീകാരം നൽകിയത്. ഡൽഹിയിലായിരുന്നു ഗവർണർ. അതുകൊണ്ടായിരുന്നു അദ്ദേഹം ഓൺലൈനായി അംഗീകാരം നൽകിയത്. മാർച്ച് 27 വരെയാണ് ഈ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനം നീളുക. ഫെബ്രുവരി 5-ന് ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കും. ജനുവരി 29 മുതൽ 31 വരെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ച നടക്കും. സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് സംസ്ഥാന ബജറ്റ് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. സർക്കാരിൽ പുതുതായി 2 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം നടക്കുന്ന ആദ്യ ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനം കൂടിയാണിത് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. മാർച്ച് 1 മുതൽ 27 വരെയുള്ള ദിവസങ്ങളായിരിക്കും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വിവിധ ബില്ലുകൾ എത്തുന്നത്. അതേസമയം 2020-ൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായുള്ള കേന്ദ്ര വിരുദ്ധ പരാമർശങ്ങൾ അടങ്ങിയ നയപ്രഖ്യാപനം ഗവർണർ വായിച്ചിരുന്നു. എന്നാൽ 2022-ൽ നയപ്രഖ്യാപനം അംഗീകരിക്കാതിരിക്കുകയും ഒപ്പുവയ്ക്കാൻ ഉപാധി വയ്ക്കുകയും ചെയ്തിരുന്നു. അന്ന് ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യം ഒരുക്കിയ ശേഷമായിരുന്നു ഗവർണർ നയപ്രഖ്യാപനത്തിൽ ഒപ്പിട്ടത്. നയപ്രഖ്യാപനം ഗവർണറുടെ ഭരണഘടനാപരമായ ബാധ്യതയാണെന്നും ഗവർണർക്ക് നയപ്രഖ്യാപന പ്രസംഗം നടത്താതിരിക്കാൻ കഴിയില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു.